ഈ വീഡിയോയുടെ വ്യൂസ് കിട്ടണമെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ലോകത്തിൻ്റെ ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങളിൽ നടന്ന കുറച്ച് പാരനോർമൽ എക്സ്പീരിയൻസ് എടുത്ത് അതിൽ കുറച്ച് മസാലയും ചേർത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഈ വീഡിയോയുടെ വ്യൂസ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഹലോ ഓൾ, ചെറിയ ഡിക്കോട്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രാനി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു റോസ്റ്റിംഗ് വീഡിയോ ആണ്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട് മാത്രം ഇത് കാണുക. ആൻഡ് സ്ലൈറ്റ് ക്രിറ്റിസിസം ഉണ്ടാവും. എല്ലാവരും ആ സ്പിരിറ്റ് തന്നെ എടുക്കുക. സോ നോ ഹാർഡ് ഫീലിങ്സ്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു മെയിൽ നേഴ്സ് ആയിട്ടുള്ള ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്ത്, അധികം ആൾ താമസമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഗ്രാനിനെ നോക്കാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന് ഡയറി എഴുതുന്നൊരു സ്വഭാവമുണ്ട്. നറേഷനിലൂടെയൊക്കെയാണ് കഥ പറയുന്നത്, നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ. പക്ഷെ പോകെ പോകെ ഗ്രാനിയുടെ സ്വഭാവത്തിൽ പുള്ളിക്ക് ചില ഒരു സംശയങ്ങളൊക്കെ തോന്നുകയാണ്. പുള്ളിക്കാരിക്ക് എന്തൊക്കെയോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള പോലൊക്കെ പുള്ളിക്ക് തോന്നുകയാണ്. രാത്രിയിൽ ഇറങ്ങി നടക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വെയിറ്റ്, ഇത് ഞാൻ എവിടോ കണ്ടിട്ടുണ്ടല്ലോ. 27/5/2004 എന്റെ കുളി അത്താഴമൊക്കെ നേരത്തെ കഴിഞ്ഞു. മനസ്സിലായില്ലേ? സെയിം ആണ്, രണ്ടും ഒന്നാ. വെയിറ്റ്, ഇത് ഈ സീൻ ഞാൻ വേറൊരു സിനിമയിലും കണ്ടിട്ടുണ്ടല്ലോ. കഴിക്കാൻ ഭക്ഷണം തന്ന ദൈവത്തിന് നന്ദി. അതൊക്കെ തന്നത് ഞാനല്ലേ. അതുപോട്ടെ, അത് പിന്നെ സംസാരിക്കും. ഇപ്പം ഈ ഗ്രാനി ആണല്ലോ. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അനന്തരാമൻ കമൻറ്റിൽ പിങ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഓഡിയൻസ് ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഇരുട്ടുള്ള മുറിയിലൊക്കെ കാണാൻ കുറച്ചും കൂടെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷെ പുള്ളി ഒരു കാര്യം കൂടെ പ്രേക്ഷകർ കയ്യിൽ കരുതണമെന്ന് പറയാൻ മറന്നുപോയി. പിന്നെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, മഴയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരിടത്തും മഴ കാണിക്കുന്നില്ല. അത് വീടിനകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ. ചിലപ്പോൾ സ്പെഷ്യൽ യൂണിവേഴ്സ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. മഴയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, മഴയില്ല. പിന്നെ ഈ സിനിമയിൽ എന്നെ ഞെട്ടിച്ച 2 സീൻസ് ഉണ്ട് കേട്ടോ. അതായത് ഒരു സീൻ എന്ന് പറയുന്നത് ഈ ഗ്രാനിയുടെ ഈ രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കുന്നു, അങ്ങനത്തെ പുള്ളിക്കാരുടെ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് ഈ പയ്യൻ രാത്രി ഒന്ന് ഡയറി എഴുതുക. ഡയറി എഴുതിക്കൊണ്ടിരിക്കുമ്പം ഗ്രാനി പുറേക്കൂടെ വന്നിട്ട് ഇവനെ അങ്ങ് പേടിപ്പിക്കും. അപ്പം ഞാൻ വിചാരിച്ചു തീർന്നു, കഴിഞ്ഞ പരിപാടി. എന്താ എഴുതുന്നതെന്നൊക്കെ വെച്ച് ഫുൾ പേടിപ്പിച്ചിട്ട് നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവം നടക്കാൻ പോവാന്ന്. അപ്പോഴാണ് ഗ്രാനി അവനോട് പറയുന്നത്, കിടക്ക, ഞാൻ കഥ പറഞ്ഞു തരാം. പുള്ളി എന്നിട്ട് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് റബ്ബർത്തോട്ടത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഗ്രാനി നടന്ന് വന്നിട്ട് പുള്ളിയെ കോടായിൽ വെച്ചിങ്ങനെ തോണ്ടും. എല്ലാവർക്കും റോസ്റ്റിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Please